ഇക്രുവല്ലേ അത്? എടാ നിന്നെ ഞാൻ കണ്ടുപിടിച്ചടാ. വേഗം ചെന്നിട്ട് ആ ഗുളിക ഇങ്ങ് വാങ്ങാം. എടാ നിക്കടാ അവിടെ നിൽക്ക്. ഈ കുഞ്ഞാമീൻ്റെയോടാ അവന്റെ കളി. നീ എവിടെ പോയാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കുമെടാ. എന്റെ അല്ലോ, അതിന്റെ ഉള്ളിൽ കുറെ മാഷന്മാരുണ്ടല്ലോ. ഈ മാഷന്മാർക്കൊന്നും വീടില്ലേ? എല്ലാവരും ഇവിടെ വന്ന് കുത്തിയിരിക്കാം. മനുഷ്യന് മെനക്കെടുത്താന് അവരൊക്കെ കൂടി എന്റെ കാല് തല്ലി ഒടിക്കുമോ? എന്റെ അല്ലോ, എന്റെ നല്ല മൊഞ്ചുള്ള കാലാ. ഈ മാഷന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും അതിന്റെ ഉള്ളിൽ പോകുന്നത് അപകട. ആ ഇക്രു വരുന്നത് വരെ പുറത്ത് കാത്തു നിൽക്കാം. വേഗം വാ. എടാ സാർ എവിടെയാടാ നമ്മളെയും കൂട്ടി പോകുന്നത്? അറിയില്ലടാ. എന്തായാലും സ്റ്റാഫ് റൂമിൽ നിന്ന് വഴക്ക് പറയാത്തത് നന്നായിക്ക്. അത് തന്നെ, അല്ലെങ്കിൽ എല്ലാവരും കേൾക്കുമായിരുന്നു. അല്ല, നിങ്ങൾ ഒന്നാണോ രണ്ടാണോ? നിങ്ങൾ രണ്ടുപേരുണ്ടോ എന്ന്? ഉണ്ട് സാർ. കാണുന്നില്ലേ? ഈ സൽമാനും ഞാനുമല്ലേ ഇവിടെ ഉള്ളത്. അല്ല, നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാ ചോദിച്ചത്. അമ്മ അതിന് നിൽപ്പാ നിങ്ങളുടെ നിൽപ്പ്. രണ്ടുപേരും മാറി മാറി നടക്കുകയെന്ന്. ഇങ്ങനെ ഒട്ടി ഒട്ടി നടക്കാൻ നിങ്ങളെന്താ കാന്തമാണോ? വിട്ടു വിട്ടു നടക്കടാ. ഇനി വേഗം വാ. എപ്പാ ഈ സ്കൂളൊന്ന് വിടുക. ഈ സ്കൂൾ വിട്ടിരുന്നുവെങ്കിൽ ഇക്രുവിന്റെ അടുത്ത് നിന്നും ആ ഗുളിക വാങ്ങിയിട്ട് വേഗം വീട്ടിലേക്ക് പോകാമായിരുന്നു. അങ്ങനെ വേഗം പോകുവാൻ പറ്റില്ല. ആ ഇക്രുവിനിട്ട് 2 എണ്ണം കൊടുത്തിട്ടേ ഞാൻ പോകൂ. എന്റെ പുതിയ ഗുളിക കൊണ്ട് അവന്റെ കളി. അതാരാ വരുന്നത്? എന്റെ ഒന്നോ, ഒരു മാഷാണല്ലോ വരുന്നത്. അയാൾ എന്നെ കാണണ്ട, വേഗം ഒളിച്ചു നിൽക്കാം. എവിടെയാ ഒന്ന് ഒളിക്കാ? എന്റെ അല്ലോ, ഒളിക്കാൻ പറ്റിയ നല്ല സ്ഥലം കാണുന്നില്ലല്ലോ. തൽക്കാലം ഇവിടെ ഒളിക്കാം. സമാധാനമായി. ഈ മാഷന്മാരെയും കൊണ്ട് ഇതെന്തൊരടങ്ങാറാ. മാഷന്മാർക്ക് മര്യാദയ്ക്ക് കുട്ടികളെയും പഠിപ്പിച്ച് അവിടെ ഇരുന്നാൽ പോരെ. മനുഷ്യന് മെനക്കെടുത്താൻ ഇതെന്തിനിങ്ങനെ നടന്നു കളിക്കുന്നത്? ആ ഇക്രുവിനെ കിട്ടിയില്ലല്ലോ. അവന്റെ അടുത്ത് എത്തുവാൻ എന്താണ് ഒരു വഴി? എന്റെ അല്ലോ, ആ മാഷ് ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. കൂടെ 2 കുട്ടികളും ഉണ്ടല്ലോ. കോയും മക്കളും പോകും പോലെ ഈ മാഷും മക്കളും എവിടത്തേക്കാ പോകുന്നത്? ഈ മാഷ കൂടെ ആ ഇക്രുവും സുലൈമാനും അല്ലേ ഉള്ളത്? രക്ഷപ്പെട്ട്. ആ ഇക്രുവിനെ കണ്ടല്ലോ. ഇനി വേഗം ഗുളികയും വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാം. അതിനാ മാഷ് പോയിട്ടില്ലല്ലോ. മാഷ് പോയിട്ടുണ്ടെങ്കിൽ വേഗം ഗുളിക വാങ്ങാമായിരുന്നു. മാഷ് ഇപ്പോൾ പോകും, അതുവരെ കാത്തു നിൽക്കാം. ഇവിടെ ഇങ്ങനെ നിൽക്കാതെ വാ. ഈ മാഷ് നമ്മളെയും കൂട്ടിയിട്ട് എവിടത്തേക്ക് പോകുന്നത്? അറിയില്ലടാ. ഇനി ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കുമോ? സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതാണെന്നോ? നീ എന്താടാ ഈ പറയുന്നത്? അല്ലാതെ നമ്മളെ കൂട്ടി മാഷ് എന്തിനാ ഇങ്ങ് പുറത്തേക്ക് വന്നത്? അപ്പോൾ അതിന് തന്നെയായിരിക്കുമോ? മാഷ് പോകുന്നുണ്ട്. ആ ഇക്രുവും സുലൈമാനും അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. വേഗം പോയിട്ട് ഗുളിക വാങ്ങിയാലോ? അല്ലെങ്കിൽ വേണ്ട, ആ മാഷ് അങ്ങ് പോകട്ടെ, എന്നിട്ട് ഓടിച്ചെന്നിട്ട് ഗുളിക വാങ്ങാം. ഇവനിക്കെന്താ തീരെ സ്പീഡില്ലാത്തത്? മാഷാണ് പോലും മാഷ്. അങ്ങ് സ്പീഡിൽ നടന്നാലെന്താ? അങ്ങനെ തന്നെ നടക്ക്. വേഗം പോയൂടെ എന്റെ സാറേ. എന്നിട്ട് വേണം എനിക്ക് ആ ഗുളിക ഒന്ന് വാങ്ങുവാൻ. സമാധാനമായി. ആ മാഷ് അങ്ങ് പോയല്ലോ. ഇനി വേഗം ചെന്നിട്ട് ആ ഗുളിക ഇങ്ങ് വാങ്ങാം. ഇവൻ പോയിട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും എന്നാ കളിക്കുന്നത്? ഒന്നുമില്ല സാർ. പിന്നെ എന്റെ പിറകെ വരാതെ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല സാർ. വേഗം ഇങ്ങ് വാ. അല്ല സാറേ, ഞങ്ങൾ എന്തിനാ ഇങ്ങ് പുറത്തേക്ക് കൂട്ടി വന്നത്? അത് നിങ്ങൾ വെറുതെ ക്ലാസ് ലീവാക്കിയത് കൊണ്ട്. അതിനെന്തിനാ സാറേ ഞങ്ങൾ പുറത്തേക്ക് കൂട്ടി വന്നത്? അതിനുള്ള പണിഷ്മെന്റ് തരാൻ തന്നെ. പണിഷ്മെന്റ് തന്നെ. അതേത് സിമെന്റിനെ കൊണ്ട് ഇവർ പറയുന്നത്? എന്ത് പണിഷ്മെന്റാ ഞങ്ങൾക്ക് തരുന്നത്? അതോ, അത് നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. അവൻ പോയല്ലോ. ഇനി പിന്നെയും തിരിച്ചു വരുമോ? എടാ സാർ, എന്ത് പണിഷ്മെന്റ് ആയിരിക്കും നമുക്ക് തരുന്നത്? എനിക്കറിയില്ല. നമ്മൾ കുട്ടികളല്ലടാ, അതുകൊണ്ട് വലിയ പണിഷ്മെന്റ് ഒന്നും തരില്ലായിരിക്കും. അങ്ങനെ തന്നെയാ എനിക്കും തോന്നുന്നത്. നമ്മളെ മാഷ് വെറുതെ വിട്ടാൽ മതിയായിരുന്നു. അങ്ങനെ വിടില്ല. ഇത് നിന്റെ കുഞ്ഞാമിത്തയല്ലേ? അത് തന്നെ. എന്താ ഇവിടെ? എന്നാൽ ഞാൻ ഇവിടെ നിൽക്കാം. എന്താ? അതല്ല, എന്താ സ്കൂളില്? നീ എന്താ സ്കൂളില്? ഞാൻ പഠിക്കാൻ വന്നത്. എന്നാൽ ഞാൻ അടിക്കാൻ വന്നതാ. എന്ത്?
വന്നതാ എന്ന്. അടിക്കാനാ? അതെന്തിന്? നിന്റോട് ആരാരാ പറഞ്ഞേ? ഞാനെന്നാ പറഞ്ഞത്? എന്തിന്? നിന്റോട് ആരാരാ പറഞ്ഞേന്ന്? എന്ത്? അയ്യോ, നാവ് കുഴഞ്ഞു പോകുന്നു. മര്യാദയ്ക്ക് മെല്ലെ പറഞ്ഞു നോക്കാം. നിന്റോട് ആരാടാ പറഞ്ഞേ? ആ, ഇങ്ങനെ സാവകാശം പറയാം, എന്നാ നാവ് കുഴഞ്ഞു പോകില്ല. നിങ്ങൾ എന്നാ ഏന്റി പറയുന്നത്? നിന്റോട് ആരാരാ പറഞ്ഞേ? നിന്റെ ഏന്റിക്ക് വട്ടായിന്നാ തോന്നുന്നത്. ഏന്റി നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. ഞാൻ സാവകാശത്തിൽ പറഞ്ഞു തരാം. നിന്റോട് ആരാടാ പറഞ്ഞേ? എന്ത് പറഞ്ഞേന്ന്? പറയും പോലെ എന്നാ പറഞ്ഞത്? ആ, എന്റെ ഗുളിക എടുത്തിട്ട് പോകുവാൻ തന്നെ. ഇപ്പോഴാ ഓർമ്മയായത്. ഡാ, നീ ആരോട് ചോദിച്ചിട്ടാണ് എന്റെ ഗുളിക എടുത്തത്? അത് പിന്നെ നീ എന്നാണ് വിചാരിച്ചത്? എനിക്കൊന്നും മനസ്സിലാക്കില്ലെന്നോ? അല്ല ആന്റി, ഞാനതൊന്നും ചെയ്യില്ല. പിന്നെ നീ എന്തിനാടാ എന്റെ പുതിയ ഗുളികയും എടുത്തിട്ട് വന്നത്? നിങ്ങളെ പുതിയ ഡ്രസ്സൊന്നുമല്ലല്ലോ, ഗുളികയല്ലേ. അതെന്താ ഗുളിക ഒരു ചെറിയ സാധന? പിന്നെ ഗുളിക ചെറിയ സാധനമല്ലാണ്ട് വലിയ ആനയുടെ അത്ര ഉണ്ടാ? പറയും പോലെ ഗുളിക ചെറിയ സാധനമാണല്ലോ. ഡാ, അതിന് ഇവിടെ ചെറുതോ വലുതോ എന്നല്ല വിഷയം. എന്റെ പുതിയ സാധനത്തിന് ഇവൻ എടുത്തത്. ഓ, ഓനിക്കത് തിന്നാനൊന്നുമല്ല, മാഷി ഒന്ന് വെറുതെ കാണിക്കുവാനാ. ആഹാ, അങ്ങനെ വെറുതെ കാണിച്ചു കൊടുക്കുവാൻ എന്റെ ഗുളികയെ കിട്ടിയിട്ടുള്ളൂ. വേറെ ആരെങ്കിലും ഗുളിക എടുത്തോറോ? അതെന്തോട് ഇപ്പോൾ എടുത്തുപോയി. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ എടുക്കില്ല. എല്ലാം എടുത്തു ആന്റി, ഇനി എടുക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടാ? എന്റെ ആന്റി പ്ലീസ് ഒന്ന് ക്ഷമിക്ക്. ഇപ്പോൾ ആ മാഷി വരും. മാഷി ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെയും പ്രശ്നമാകും. വരട്ടെ, മാഷും വരട്ടെ, വേറെ മാഷും വരട്ടെ, വേറെ മാഷും വരട്ടെ. ഈ കുഞ്ഞാമിക്ക് ഒരു പ്രശ്നവുമില്ല. ഏന്റി, അതിന് ഏന്റിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. പ്രശ്നം മുഴുവനും എനിക്കാ ഉണ്ടാവുക. ഞാൻ ആ ഗുളിക മാഷ്ക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ടൊന്ന് രക്ഷപ്പെടട്ടെ. എന്ത് ഗുളിക മാഷ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് രക്ഷപ്പെടട്ടെ എന്നോ? ആ, അതെങ്ങനെയാടാ? മാഷ്ക്ക് ഗുളിക കാണിച്ചു കൊടുത്താൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ആ, പറ്റും. എന്നാൽ എണക്കും വരുമ്പോ കുറച്ച് ഗുളിക എടുത്ത് വന്നാൽ മതിയായിരുന്നു. മാഷെ കാണുമ്പോൾ എണക്കും രക്ഷപ്പെടാലോ. എന്നാ ആന്റി നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത്? ഞാനൊന്നും ആലോചിക്കുന്നില്ല. നീ എന്റെ ഗുളിക എടുക്ക്. ഓ, എന്റെ ആന്റി അതല്ല ഞാൻ പറഞ്ഞത്. മാഷ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഞാനത് കൊണ്ടുവരും. ഏന്റി ഇപ്പോൾ വീട്ടിലേക്ക് പോട്. ആഹാ, ഗുളിക കിട്ടാണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രശ്നവുമില്ല. പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോയിക്കോറാ. അതല്ല, ഞാൻ ഗുളികയും കൊണ്ടേ വീട്ടിലേക്ക് പോകൂ. ഇങ്ങക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ പോകുമ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഗുളിക വാങ്ങിക്കോ. ഡാ സുലൈമാനെ, സുലൈമാൻ നിങ്ങളെ മാപ്പട. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പേര് സുലൈമാൻ എന്നല്ല സൽമാൻ എന്നാണെന്നേ. നീ എന്റെ അടുത്തുനിന്ന് വാങ്ങിക്കും കേട്ടാ. അതിന് മുന്നേ നിങ്ങൾ എന്റെ അടുത്തുനിന്ന് വാങ്ങിക്കും. ഓ, നിങ്ങളൊന്ന് മിണ്ടാണ്ട് നിൽക്കുമോ? ഇതൊക്കെ ആ മാഷി കണ്ടാൽ പ്രശ്നമാകും. മാഷി കണ്ടാൽ വേഗം ഗുളിക എടുത്തിട്ട് കൊടുത്താൽ പോരെ, എന്നാൽ പ്രശ്നമാകില്ലല്ലോ. ഇതാരാ? അയ്യോ, തോംസൺ. എന്തല്ലോ, ഈ മാഷ് എന്നെ കണ്ടല്ലോ. അല്ല ഡിക്രു, ഇത് നിന്റെ ആന്റി അല്ലേ? മാഷിന് ഇതെങ്ങനെ മനസ്സിലായി? അന്ന് ടൂർ പോകുമ്പോൾ നിന്റെ ആന്റിയെ പരിചയപ്പെട്ടില്ലേ? മാഷിന് ഓർമ്മയുണ്ടല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, ഇവരെന്തിനാ വന്നത്? അത് പിന്നെ ഞാൻ ഗുളിക. എന്ത് ഗുളികയോ? അത് പിന്നെ ഏന്റി ഗുളിക വാങ്ങാൻ പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറിയതാണെന്നാ പറഞ്ഞത്. എന്ത് ഗുളിക വാങ്ങാൻ പോകുമ്പോൾ കയറിയതാണെന്നോ? ഇതെന്താ നിങ്ങളുടെ അമ്മായിന്റെ വീടോ? അതെന്താ ഗുളിക വാങ്ങിയാൽ അമ്മായിന്റെ വീട്ടിൽ പോക്ക് നിർബന്ധ? നിങ്ങൾ ഗുളിക വാങ്ങാൻ പോകുമ്പോഴും സാധനം വാങ്ങാൻ പോകുമ്പോഴൊന്നും കയറി ഇറങ്ങേണ്ട സ്ഥലമല്ല ഇത്. ഇതൊരു സ്കൂളാണ്. ഇവിടെ അതിന്റേതായ മാനദണ്ഡങ്ങളുണ്ട്. അതെവിടെയുള്ളത്? എന്ത്? മാങ്ങേന്റെ തണ്ട്. ഓ, മാങ്ങേന്റെ തണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, മാനദണ്ഡങ്ങൾ എന്നാ. ഇവിടെ നിന്നൊന്ന് പോടെ, എന്നെ നാണം കെടുത്താണ്ട്. എടാ ഇക്രു, നിന്റെ ഏജ് പണ്ടത്തെ പോലെ തന്നെയല്ലേ? ഒരു മാറ്റവും ഇല്ലല്ലോ. അത് പിന്നെ സാർ പ്രായമായില്ലേ, അതുകൊണ്ട് മര്യാദയ്ക്ക് കേൾക്കാത്തത് കൊണ്ട് പറഞ്ഞതാ. ആർക്കാടാ പ്രായമായത്? ഡാ ചെറുക്ക, നിന്റെ ഈ മാഷ്ക പ്രായമായത്, അല്ലാതെ എനിക്കല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടായിരുന്നു. പെണ്ണുങ്ങളെ അങ്ങോട്ട് നോക്കണ്ട, നിങ്ങളെ തന്നെയാ വിളിച്ചത്. ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പോയി തരുമോ? നിങ്ങൾ വെറുതെ വന്നതല്ലേ, പ്ലീസ് ഒന്ന് പോട്. ഇതൊരു സ്കൂളാണ്. അതെന്താ, സ്കൂളിൽ വന്നാൽ വേഗം പോകണമെന്നുണ്ടോ? ആ, അങ്ങനെയുണ്ട്. എന്നാ ബാ, നമുക്ക് എല്ലാവർക്കും പോവാലാ, നടക്ക്. അല്ല, നിങ്ങൾ എന്താ വരാത്തത്? എവിടെ വരാനാ ഏന്റി പറയുന്നത്? വീട്ടിലേക്ക് തന്നെ. എന്താ നിങ്ങൾ വരുന്നില്ലേ? അല്ല ഏന്റി, ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നത്?
അത് ശരി, നിങ്ങൾ എന്തിനാ വന്നതെന്ന് എന്നോടാ ചോദിക്കുന്നത്? ഞങ്ങൾ പഠിക്കാൻ വന്നതല്ലേ. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാലല്ലേ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുക. ആ, അത് ശരിയാലേ. അല്ല, അപ്പോൾ ഇയാൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ആര്? താൻ തന്നെ, അല്ലാണ്ട് വേറെ ആരാ? ഈ താനെന്നോ? പെണ്ണുങ്ങളെ, നിങ്ങൾ എന്താ പറയുന്നത്? ഞാനൊരു അധ്യാപകനാണ്. അത് സാറല്ലേ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതും ശരിയാണല്ലോ. അപ്പോൾ നിങ്ങളൊന്നും പോകണ്ടല്ലേ? ഞങ്ങളല്ല പോകേണ്ടത്, നിങ്ങളാ. കുറെ സമയമായി ഞാൻ ക്ഷമിക്കുന്നു. നിങ്ങൾക്കെന്നാ ഈ സ്കൂളിൽ കാര്യം? അത് പിന്നെ ഇങ്ങനെ പഠിക്കാൻ വന്ന കുട്ടികളെ ഇടങ്ങാറാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. കേസോ? ആ, കേസ് തന്നെ. കേസ് വേണ്ട, ഐസ് മതി. എന്ത് ഐസാ? ആ, നല്ല പാലൈസ് മതി. ഓ, നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും കേസ് കൊടുക്കും. അത് വേണ്ട. അത് വേണ്ടെങ്കിൽ വേഗം ഇവിടെ നിന്നും വിട്ടോ. അപ്പോൾ എന്റെ ഗുളിക. അയ്യോ, എന്താണ് ചെറുക്ക, എന്റെ ഗുളിക ഇങ്ങത്താ. പതുക്കെ പറ, മാഷ് കേൾക്കും. ഏന്റിന്റെ ഗുളിക ഞാൻ വീട്ടിലെത്തിയിട്ട് തരും. ഏന്റി ഇപ്പോൾ വീട്ടിലേക്ക് പോട്. ഇല്ല, ഞാൻ എന്റെ ഗുളിക കിട്ടാതെ പോകില്ല. ഓ ഏന്റി, ഞാനിപ്പോൾ ഗുളിക തരുന്നത് മാഷ് കണ്ടാൽ പ്രശ്നമാകും. അതുകൊണ്ടാ പറയുന്നത്. ഏന്റി ഇപ്പോൾ പോട്. ഞാൻ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നിട്ട് ഏന്റിയുടെ ഗുളിക അങ്ങ് തരും. എന്ത് ഗുളികന്റെ കാര്യമാ പറയുന്നത്? കുറെ സമയമായാലും ഞാൻ കേൾക്കുന്നേ. എന്തൊരു ഗുളികയുടെ കാര്യം? അത് പിന്നെ മാഷേ, അതൊന്നുമില്ലല്ലോ. പിന്നെന്താ അവർ പറയുന്നത്? അതൊന്നുമില്ല സർ. ഒന്ന് പോട് പ്ലീസ്. ഒന്നുമില്ലെങ്കിൽ എന്തിനാ പിന്നെ ഈ പെണ്ണുങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത്? അത് പിന്നെ ഒന്ന് പോട്. ഞാൻ പോകൂല. ഈ പെണ്ണുങ്ങൾ പോകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ. ഒന്ന് വരട്ടി നോക്കാം. ഹലോ ഹലോ. എടാ പൊട്ട മാഷേ, ആദ്യം ചെവിയിൽ ഫോൺ വെക്ക്, എന്നിട്ട് കലോ 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 എന്ന് പറ. ചെവിയിൽ ഫോൺ വെക്കാതെ താൻ കലോ 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 എന്ന് പറഞ്ഞിട്ടെന്താ? അവർ കേൾക്കില്ലല്ലോ. അതിന് ഞാൻ ആരെയും ഫോൺ വിളിച്ചതില്ല. നിങ്ങളോടൊരു കാര്യം പറയുവാൻ വേണ്ടി വിളിച്ചതാണ്. എന്നെ ഇങ്ങനെയാണോ താൻ ഫോൺ വിളിക്കുന്നത്? അതിന് ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ചതല്ലോ. നിങ്ങളോടൊരു കാര്യം പറയുവാൻ വേണ്ടി നേരിട്ട് വിളിച്ചതല്ലേ? അല്ല, അതിന് മാത്രം തനിക്കെന്ന് ഇങ്ങനെ പറയാനുള്ളത്? അതോ? ആ, അത് തന്നെ. നിങ്ങൾ ഇനിയും ഇവിടെ നിന്ന് പോയിട്ടില്ലെങ്കിൽ ഇവിടെ പ്രിൻസിപ്പാൾ വരും. വന്നോട്ടെ, അതിനെന്താ? അല്ല, അതെപ്പോഴാ വരുന്നത്? എന്ത്? താനല്ലേ പറഞ്ഞത് ഇപ്പോൾ പല്ല് വരുമെന്ന്? പല്ല? അല്ല, അതെങ്ങനെയാ വരുന്നത്? താൻ ചിരിക്കുമ്പോൾ ഇങ്ങനെ പ്രേതത്തിന്റെ പല്ല് പോലെ താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്നാ പറയുന്നത്? അല്ലടോ, താനല്ലേ ഇപ്പോൾ പറഞ്ഞത് എന്തോ ഒരു മോഡൽ പല്ല് വരുന്നുണ്ടെന്ന്. സാറ് പല്ല് വരുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെന്ത് കാര്യാ? പ്രിൻസിപ്പൾ വരുന്ന കാര്യമാ. അതെന്ത് മോഡൽ പല്ലാടാ? അണപ്പല്ലെന്നെല്ലാം കേട്ടിക്ക്. ഈ പല്ല് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഈ പെണ്ണുങ്ങൾക്ക് ശരിക്കും വട്ട് തന്നെയല്ലേ? എന്ത് പെണ്ണുങ്ങളായത്? ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത പെണ്ണുങ്ങള്. അണപ്പല്ലിനെ കൊണ്ടും കൊന്ത്രം പല്ലിനെ കൊണ്ടും അല്ല പറഞ്ഞത്. ഈ സ്കൂളിലത്തെ പ്രിൻസിപ്പൾ ഇല്ലേ, ആ പ്രിൻസിപ്പളിനെ കൊണ്ടാ പറഞ്ഞത്. ആ വലിയ മാഷിനെ കൊണ്ടാ പറഞ്ഞത്. അതാ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു നിന്റെ ഈ മാഷ്ക്ക് എന്നെ പേടിപ്പിക്കുവാൻ എന്തോ ഒരു മോഡൽ തരം പല്ലുണ്ടെന്ന. അല്ല, എന്തെന്നാ ആ പ്രിൻസിപ്പളിനെ കൊണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ആ പ്രിൻസിപ്പളിനെ ഞാൻ ഇപ്പോൾ ഇവിടെ വിളിക്കുമെന്ന്. എന്തിനെന്നോ? നിങ്ങൾ ഇവിടെ നിന്നും പിടിച്ച് പുറത്താക്കുവാൻ. എന്നെ പിടിച്ച് പുറത്താക്കുവാനാ? ആ, അതിന് തന്നെ. കുറെ സമയമായി നിങ്ങളോട് ഇവിടെ നിന്ന് പോകുവാൻ പറയുന്നത്. വേഗം ഇവിടെ നിന്നും വിട്ടോ, അല്ലെങ്കിൽ പ്രിൻസിപ്പളും മറ്റു മാഷന്മാരും ഇവിടെ വരും. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്നും പിടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിക്കും. പോയാ? ഹോ, സമാധാനമായി. കുറെ സമയമായി ഞാൻ അതിനെ സഹിക്കുന്നു. അല്ല, നിങ്ങൾ എന്തെങ്കിലും വെറുതെ നിൽക്കുന്നത്? ക്ലാസ്സിലേക്ക് പോകുവാനോ? അതെങ്ങനെ? നിങ്ങൾ ഇത്രയും ദിവസം ക്ലാസ് ലീവാക്കിയതിന്റെ പണിഷ്മെന്റ് ആണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ തരുന്നത്. ദാ, ഈ സ്കൂൾ മുറ്റത്ത് കാണുന്ന ചെറിയ ചെറിയ പുല്ലുകളൊക്കെ പറിച്ച് സ്കൂൾ മുറ്റം വൃത്തിയാക്കുവാൻ. ആ, പുല്ല് പറിക്കുവാൻ തന്നെ. വേഗം പുല്ലൊക്കെ പറിച്ച് ഇവിടെ വൃത്തിയാക്ക്. വീട്ടിലുള്ള പശുവിന് വരെ ഞാൻ ഇതുവരെ പുല്ല് പറിച്ചിട്ടില്ല. അതിന് നിന്റെ വീട്ടിൽ പശുവുണ്ടോ? ഇല്ല, അത് ഞാൻ വെറുതെ ഒരു പഞ്ചിന് പറഞ്ഞതാ. എന്നാലും സർ, പുല്ല് പറിക്കുവാൻ എന്തിനാ പറഞ്ഞത്? ഇത് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ കണ്ടാൽ നമ്മളെ കളിയാക്കി ചിരിക്കും. അത് തന്നെ. നമുക്ക് ഇന്റർവെൽ ആകും മുന്നേ വേഗം പുല്ല് പറിച്ചു തീർക്കാം, അല്ലെങ്കിൽ കുട്ടികൾ കാണും. ആ, അതാ നല്ലത്. എന്നാൽ വേഗം പറിച്ചോ.
രണ്ടും കൂടെ ഇവിടുന്ന് മണ്ണ് വാരി കളിക്കുന്ന എന്റെ ഗുളിക കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന ഒരു പ്രശ്നവുമില്ല. ആ പൊട്ടം മാഷ് ഇവിടെ ഞാനുണ്ടാ? ഓൻ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ പേടിച്ചോടിപ്പോയെന്ന്. അങ്ങനെയൊന്നും പേടിച്ചോടുന്നവളല്ലേ ഈ കുഞ്ഞാമി. അത് മാഷായാലും ശരി പട്ടാളായാലും ശരി ആര് പറഞ്ഞാലും ഈ കുഞ്ഞാമി പോകില്ല. എനിക്കെന്റെ ഗുളിക കിട്ടണം, എന്നാലേ ഞാൻ പോകൂ. ഈ കുഞ്ഞാമിന്റെ കൂടെ അവരുടെ കളി. എന്താടാ പുല്ലൊക്കെ പറിച്ചിട്ട് കൈവേദനയാകുന്നേ? എനിക്കുമുണ്ട്, നീ ഇത് നോക്കിയേ. എന്താ? എന്റെ കൈ തന്നെ, അല്ലാണ്ട് വേറെന്താ? കയ്യിലാകെ അഴുക്കായി, നഖത്തിന്റെ ഉള്ളിലൊക്കെ മണ്ണ് കയറിയിട്ടുണ്ട്. എനിക്ക് പറ്റുന്നില്ല ഇനിയും പുല്ല് പറിക്കാൻ. നീ ഇത് നോക്കിയേ, നമ്മൾ ഇത്രയും പുല്ല് പറിച്ചില്ലേ, ഇനിയും പുല്ല് പറിക്കണോ? നമുക്കിത് നിർത്തിയിട്ട് പോയാലോ? പറ്റില്ലടാ, മാഷ് പറഞ്ഞിട്ടില്ലേ ഇവിടെ മുഴുവനും വൃത്തിയാക്കുവാൻ. സാർ ഒരു വല്ലാത്ത പണിഷ്മെന്റ് തന്നെയാ നമുക്ക് തന്നത്. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വല്ല ആയുധവും എടുത്തിട്ട് വരാം. അതെന്തിനാ? പുല്ല് പറിക്കുവാൻ തന്നെ. കൈകൊണ്ട് പറിച്ചിട്ട് കൈ വേദനയാക്കുന്നില്ലേ? എന്നാൽ നീ ചെന്നിട്ട് എടുത്തിട്ട് വാ. ആ സുലൈമാൻ ഇതെവിടെയാ പോയത്? എവിടെയെങ്കിലും ആകട്ടെ, എനിക്ക് ഗുളികയല്ലേ വേണ്ടത്. അത് ഈക്രുവിന്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. എന്റെ ഗുളികയും എടുത്ത് വന്നിട്ട് അവന്റെ നിൽപ്പ് കണ്ടാ മതി. ഇതിന് ഞാൻ ഇവനിക്കിട്ടൊരു പണി കൊടുക്കും. അതിപ്പോഴല്ല, പിന്നെ. മോനെ, അത് വിടുന്ന ഒരു പിച്ചക്കാരുടെ സൗണ്ട് കേട്ടത് തോന്നിയതായിരിക്കും. എന്നെ പിച്ചക്കാരിന്ന് വിളിച്ചാ? അല്ല, ഓഞ്ചി. പോയില്ലേ? നീ വിചാരിച്ച് ഞാൻ പോയിട്ടുണ്ടാകുമെന്നില്ലേ? എന്റെ ഗുളിക കിട്ടാതെ ഞാൻ പോകില്ലടാ. നിങ്ങൾ പോയിട്ടില്ലേ? നീ ഇപ്പോൾ എന്നെ ഇവിടെ കാണുന്നുണ്ടാ? ഉണ്ട്. പിന്നെ പോയിട്ടില്ല എനിക്ക് ഇന്നലെ ചോദിക്കണ? എന്നെ അങ്ങ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഗുളികയും കൊണ്ട് സുഖിച്ച് നടക്കാമെന്ന് കരുതിയില്ലേ? ഗുളിക കൊണ്ട് എന്ത് സുഖിച്ച് നടക്കാനാ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്റെ ഗുളിക ഞാൻ ആർക്കും കൊടുക്കില്ല. നിനക്ക് ഈ പെണ്ണുങ്ങളുടെ ഗുളികയെ എടുക്കാൻ കിട്ടിയിട്ടുള്ളൂ. ആ സമയത്ത് എടുത്തു പോയതാടാ. ഇനി മേലാ ഞാൻ ഈ പണിയെടുക്കില്ല. അതൊന്നാടാ നിന്റെ കയ്യിലുള്ളത്? അത് നഖം തന്നെ. ദാ നോക്ക്. നിന്റെ കയ്യിലല്ല, അവന്റെ കയ്യില്. എടാ, എന്താടാ നിന്റെ കയ്യിലുള്ളത്? അത് പിന്നെ അരിവാള്. ഇങ്ങതാ. ഈ അരിവാളാ? അല്ലാതെ വേറെന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? ഇല്ല. എന്നാൽ ഇത് താടാ. നിനക്കെന്തിനാടാ അരിവാള്? അത് പിന്നെ പുല്ലരിയുവാൻ. പക്ഷെ എനിക്കെന്തിനാ അരിവാളെന്നറിയാമോ? മീൻ മുറിക്കാനായിരിക്കില്ലേ? അതിനൊന്നുമില്ല. പിന്നെന്തിനാ? നിങ്ങൾ അരിയുവാൻ. മര്യാദയ്ക്ക് എന്റെ ഗുളിക തന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇപ്പോൾ അരിയും. നീ വേഗം ഗുളിക എടുത്ത് കൊടുക്ക്. എന്താ നിങ്ങളുടെ പണി കഴിഞ്ഞില്ലേ? അയ്യോ ടോം സർ, ആ മാഷ് വരുന്നുണ്ടല്ലോ. എന്തല്ലോ, എന്നെ ഇവിടെ കണ്ടാൽ അയാൾ പിന്നെയും പ്രശ്നമാക്കും. അല്ല, പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞോ? കുറെ പറിച്ചു സർ. അല്ല സൽമാനെ, നീ ഒരു അരിവാളൊക്കെ എടുത്തു പോകുന്നത് കണ്ടല്ലോ, അതെവിടെ? അത് ഇവരുടെ അടുത്താണുള്ളത്. ആരെടുത്ത്? ഇവരുടെ അടുത്ത്. പോയി? നിങ്ങൾ രണ്ടുപേരും എന്താ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? അത് അരിവാള് കുഞ്ഞാമിത്താന്റെ അടുത്താണുള്ളത്. ആ സുലൈമാൻ എന്റെ പേര് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ആ മാഷ് എന്തായാലും എന്റെ അടുത്തേക്ക് വരുമായിരിക്കും. എന്ത്? അത് പിന്നെ കുഞ്ഞാമിത്ത അരിവാളും കൊണ്ടുപോയെന്ന്. അപ്പോൾ ഞാൻ അവരോട് പോകാൻ പറഞ്ഞിട്ട് അവർ പോയിട്ടില്ലേ? ആഹാ, എന്നിട്ട് എവിടെയാണവർ? അത് പിന്നെ സർ, അവർ എങ്ങോട്ടാണ് പോയത്? അത് പിന്നെ അങ്ങോട്ടാണ് പോയത് സർ. എടാ, അങ്ങോട്ടല്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്ക്. അവരെങ്ങോട്ടാണ് പോയത്? അങ്ങോട്ട് തന്നെ സർ, അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടു. ഓഹോ, ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കാം ആ പെണ്ണുങ്ങളെ. എടാ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? കുഞ്ഞാമിട്ട് ഇങ്ങോട്ടല്ലേ പോയത്? അതെനിക്കറിയാം. ഏന്റിയെ മാഷ് കണ്ടാൽ അപകടമാണ്. അതുകൊണ്ടാണ് ഞാൻ വഴിതെറ്റിച്ചിട്ട് പറഞ്ഞത്. ഓ, അതുകൊണ്ടാണല്ലേ. ആ ഇക്രു എന്നെ രക്ഷപ്പെടുത്തി. ഓ, മാഷാട്ടം എന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം പോക്കാ. അതൊക്കെ എന്തെങ്കിലും ആകട്ടെ, എന്നാലും ഞാൻ എന്റെ ഗുളിക കിട്ടിയാലേ ഇവിടെ നിന്ന് പോകൂ. എന്റോട് അവന്റെ കളി. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അല്ല, കുഞ്ഞാമിട്ട് എവിടെയാ പോയിട്ടുണ്ടാവുക? ഞാൻ ഇവിടെ തന്നെയുണ്ട്.
നിങ്ങൾ പോയില്ലേ? ഞാൻ വിചാരിച്ച അരിവാളം കൊണ്ട് നിങ്ങൾ പേടിച്ചോടി പോയിട്ടുണ്ടാകുമെന്ന്. ആഹാ, അങ്ങനെ പേടിച്ചോടി പോകില്ലടാ ഞാൻ. ഓഹോ, എന്റെ ഏന്റി ഒന്ന് പോടെ ഏന്റി. എന്തിനാ പറയിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ആഹാ, നീ ആദ്യം എന്റെ ഗുളിക താടാ, എന്നാൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാം. ഗുളികയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അത് ഞാൻ ഇപ്പോൾ തരാം. അല്ല, ഇതിന് മാത്രം നിങ്ങൾ എന്തിന്റെ ഗുളികയാണത്? പറയുമ്പോൾ അത് എന്തിന്റെ ഗുളികയാ? എന്തിന്റെ ആണെങ്കിലും എന്താ, അതെന്റെ പുതിയ ഗുളികയല്ലേ, അത് ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കില്ല. ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ്ട് എന്തിന്റെയാണെന്ന് പറ. അതെന്തിന്റെങ്കിലും ആയിക്കോട്ടെ, അതെന്തിനാ നീ നോക്കുന്നത്? ഞാൻ നോക്കും. നിങ്ങൾ അത്രക്കും എന്നെ ഇവിടെ നിന്ന് മെടങ്ങാറാക്കിക്ക്. അതെന്തിന്റെ ഗുളികയാണെന്ന് എനിക്കറിയണം. എന്റെ അല്ലോ, അതെന്തിന്റെ ഗുളികയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇന്ന് ഈ ചെറുക്കൻ്റെ ഇപ്പോൾ പറയാ. നിങ്ങളോടാ ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ വായുമ്പോൾ നിൽക്കുന്നത്. ഓരോരു ഗുളികന്റെ പേരും പറഞ്ഞ് മനുഷ്യന് മെനക്കെടുത്താൻ വന്നിക്ക്. ശരിക്കും നിങ്ങൾക്ക് എന്നാ ഏന്റി വേണ്ടത്? അത് പിന്നെ ഗുളിക തന്നെ. ഇതല്ലേ നിങ്ങളെ ഗുളിക? ഇതാണോ? അപ്പൊ ഇങ്ങക്ക് അറിഞ്ഞൂടെ നിങ്ങളെ ഗുളിക ഏതാണെന്ന്? ഇത് പുതിയതാണെങ്കിൽ എന്റെ ഗുളിക തന്നെയായിരിക്കും. അതെന്താ? എന്റെ ഗുളിക പഴയതാകുന്നതിന് പേടിച്ചിട്ട് ഞാൻ എന്റെ ഗുളിക കുടിക്കാറില്ലല്ലോ, അതുകൊണ്ട് തന്നെ. നീ അവിടുന്ന് നോക്കി നിൽക്കാൻ എന്റെ ഗുളിക എടുക്ക്, ഞാൻ വീട്ടിലേക്ക് പോകട്ടെ. എന്താടാ? തോം സാർ വരുന്നുണ്ട്. എവിടെ? അതാ വരുന്നേ. എടാ, ആ അരിവാൾ വേഗം എടുക്ക്. എടാ ഇക്രോ, എന്റെ ഗുളിക ഇങ്ങതാ. ആ തൊമ്മൻ ഇപ്പോൾ വരും. ഏത് തൊമ്മനി? നിങ്ങൾ മാഷില്ലേ, തൊമ്മൻ മാഷി? അത് തൊമ്മനല്ല, തോമസാ, തോം സാർ. എന്തെങ്കിലും കുന്തമാകട്ടെ, നീ എന്റെ ഗുളിക ഇങ്ങതാ. എടാ ഇക്രു, ഞാൻ എല്ലായിടത്തും നോക്കി, അവരെ കണ്ടില്ലല്ലോ. അത് പിന്നെ എന്നാലും അവരിതെവിടെയാ പോയത്? എടാ ഗുളിക ഗുളിക. അയ്യോ, പറയുമ്പോൾ എന്റെ കയ്യിലുള്ള ഗുളിക കണ്ടാൽ പ്രശ്നമാകുമല്ലോ. ഇതങ്ങ് വലിച്ചെറിയാം. സമാധാനമായി. അതവിടെ നിന്ന് മേടി അങ്ങ് എടുക്കും, എന്നിട്ട് വീട്ടിലേക്ക് തന്നെ അങ്ങ് തിരിച്ചു പോകും. അപ്പോൾ പ്രശ്നമെല്ലാം കഴിഞ്ഞു. രക്ഷപ്പെട്ടു. നീ എന്താടാ പറയുന്നത്? അത് പിന്നെ ഒന്നുമില്ല സാർ. അല്ല, നിനക്കെങ്ങനെ പിന്നെയും മരിവാള് കിട്ടിയത്? അത് പിന്നെ അത് അപ്പോൾ ഞാൻ പോയപ്പോൾ നിന്റെ ഏന്റി ഇവിടെ പിന്നെയും വന്നോ? അത് പിന്നെ എന്താണ് ശരിക്കും സംഭവം? വേഗം പറ. അത് പിന്നെ കുഞ്ഞാമിത്ത ഇവിടെ അരിവാള് വെച്ചിട്ട് വേഗം പോയതാണ്. സത്യം തന്നെയാണോ? സാർ, സത്യമാണ്. ഏന്റി പോയി. എന്നാൽ ഓക്കെ, നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ പണി ചെയ് വേഗം. ശരി. എടാ, നിന്റെ കുഞ്ഞാമിത്ത പോയിട്ടുണ്ടാകുമോ? ഉണ്ടാകും, വാ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ആ ഇക്രു ഇതെവിടെയാ ആ ഗുളിക വലിച്ചെറിഞ്ഞത്? എന്റെ പുതിയ ഗുളികയായിരുന്നു. ഒന്നും കൂടി നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഈ കുന്തത്തിന്റെ അടിയിലുണ്ടോ? ഹേയ്, ഇവിടെയൊന്നും കാണുന്നില്ല. അല്ല, ഇതെന്നാ സാധന? 4 കാലുണ്ടല്ലോ. സ്കൂൾ കുട്ടികൾക്കുള്ള വല്ല കളിക്കുന്ന സാധനവുമായിരിക്കും. അങ്ങനെ സ്കൂൾ കുട്ടികൾക്ക് മാത്രം കളിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കിട്ടിയ അവസരം, ഞാനും ഒന്ന് കളിച്ചു നോക്കിയാലോ. ആരും കാണണ്ട, കുറച്ച് സമയം ഇതിന്മേൽ നിന്ന് കളിക്കാം. അല്ല, ഇതിന്മേൽ നിന്നും എങ്ങനെയാ കളിക്കാ? ഇത് നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു ഉള്ളത്? അങ്ങോട്ട് നോക്കും പോലെ ആയിരുന്നില്ല ഉള്ളത്? എനിക്ക് തോന്നിയതായിരിക്കും. അതെവിടുന്ന് ഒരു മൂളുന്ന സൗണ്ട് കേൾക്കുന്നത്? അതെന്തെങ്കിലും ആകട്ടെ, ഞാൻ വേഗം ഇതിന്മേൽ നിന്നും കളിച്ചിട്ട് ആ ഗുളികയും എടുത്തിട്ട് വേഗം വീട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കട്ടെ. അയ്യോ, എടാ അത് നോക്ക്. ആടാ, ഞാൻ കണ്ടിനി. നിന്റെ കുഞ്ഞാമിത്തക്കെന്താടാ, വട്ടാണോ? നായിന്റെ കൂടെ കളിക്കുന്നത്. എടാ, ആ നായ ഇപ്പോൾ ഏന്റിയെ കടിക്കുമല്ലോ. നീ പോയിട്ടൊന്ന് രക്ഷപ്പെടുത്തടാ. ഒന്ന് പോടാ അവിടുന്ന്, എനിക്ക് പേടിയാ. അല്ലെങ്കിൽ തന്നെ നാട്ടിൽ പേരാന്തനായി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിനെ. പേരാന്തനായ? ആടാ, പറയുന്നത് കേട്ടിനെ. ചിലപ്പോൾ അതാണെങ്കിലോ ഇത്. എന്നാലും എങ്ങനെയാ ഇതിന്മേൽ കയറുക? അപ്പോൾ ഇത് ശരിക്കും നായി തന്നെയാ? നായി ഒന്ന് പോന്നായി പോ. നായേ, എന്നൊന്നും ചെയ്യല്ലേ നായേ. നീ ഇവിടെ നിന്ന് കളിച്ചോ, ഞാൻ നിന്നെ ഇടങ്ങാറാക്കില്ല. ഞാൻ ഇതിലൂട്ട് അങ്ങ് വീട്ടിലേക്ക് പോകാം. നിനക്ക് ഞാൻ ഇവിടെ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, എന്റെ പുതിയ ഗുളിക. അത് നീ എടുത്തോ. നീ എന്നെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി.
ഏന്റി! ഏന്റി! ഇക്രുവാ, എടാ ഇക്രു, എന്നെ ഒന്ന് രക്ഷിക്കടാ. നീ ഇങ്ങോട്ട് നോക്കടാ, ഇവിടെ ഒരു നായി. എടാ എന്നെ ഒന്ന് രക്ഷിക്കടാ, ഇവിടെ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്ക്. ഏന്റി, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്ക്. പക്ഷെ ഓടരുത്, ഓടിയാൽ അത് പിറകെ തന്നെ ഓടും. അത് പിറകെ തന്നെ ഓടുമോ? എടാ നായിക്കുട്ടാ, നിനക്ക് ഈ സ്കൂളിൽ പോയിട്ട് വല്ലതും പഠിച്ചോറോ? എന്തിനാ ഇങ്ങനെ എന്നെ ഇടങ്ങാറാക്കാൻ വേണ്ടി ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്? എന്റെ അല്ലാ, ഈ നായി എന്ത് പറഞ്ഞിട്ട് പോകുന്നില്ലല്ലോ. ഇവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റ് പോകുന്നതാ നല്ലത്. എടാ ചവിട്ട് ചവിട്ട്. അർജുൻ ഇങ്ങോട്ട് ഇങ്ങോട്ട്. എടാ ഇങ്ങോട്ട് ഇങ്ങോട്ട്. വേഗം ചവിട്ട് ചവിട്ട്. അയ്യോ, ബോള് പോയി. ബോൾ എവിടെ പോയി? ബായ് ബോൾ നിൽക്കാണ്ട് അവിടെ നിന്ന് പോടുതായി. നിന്റെ വർത്താനം കേട്ടാൽ വിചാരിക്കും അത് സാധാരണ ഡാൻസ് കളിച്ചിട്ട് പോകാറുള്ളതെന്ന്. എന്റെ സൽമാനെ, ഞാൻ അതല്ലട പറഞ്ഞത്, അത് അങ്ങോട്ടേക്കാണ് ഓടിപ്പോയത്. ഇവനെയും കൊണ്ട് ഇതെന്തൊരു ഇടങ്ങാറാ. എടാ പൊട്ട, അത് അങ്ങോട്ടേക്ക് ഓടരുതെന്ന് ആരെങ്കിലും പറഞ്ഞിക്കോ? എടാ മരപ്പൊട്ട, ആ നായി ഓടിപ്പോയത് നമ്മുടെ സ്കൂളിന്റെ ഉള്ളിലേക്കാണ്. എന്തെന്ന്? ആനമുട്ട, നിന്നോട് ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ? ആ നായി നമ്മുടെ സ്കൂളിന്റെ ഉള്ളിലേക്കാണ് പോയത്, അല്ലാതെ ഗേറ്റ് വഴി പുറത്തേക്കല്ല. എടാ, അപ്പോൾ അത് കുട്ടികളെ ഇടങ്ങാറാക്കില്ലേ? അതെ, അതിപ്പോൾ കുട്ടികളെയൊക്കെ ആക്രമിക്കും. അയ്യോ, എന്നാൽ നോക്കി നിൽക്കാതെ വാടാ. അല്ല, എങ്ങോട്ടേക്ക്? ആ നായിനെ തടഞ്ഞു നിർത്തുവാൻ. എന്നാൽ നീ വേഗം ചെല്ല്, എന്നിട്ട് ആ നായിന്റെ കടിയും വാങ്ങിയിട്ട് വാ. എന്ത്? എന്റെ സൽമാനെ, ആ നായി നീ പറയും പോലെ കേൾക്കുമോ? ഇല്ല. പിന്നെ നീ ഇതെവിടത്തേക്കാ വലിയ ആളെ പോലെ പോകുന്നത്? എടാ സൽമാനെ, നമ്മളെ കൊണ്ട് ആ നായിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എടാ, എന്നാൽ നമുക്ക് ഈ കാര്യം വേഗം പോയിട്ട് മാഷെ അറിയിച്ചാലോ? അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ കുട്ടികൾ മാത്രം വിചാരിച്ചാൽ ആ നായിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാഷി വന്നാൽ ആ നായിയെ ഇവിടെ നിന്ന് പുറത്താക്കാം. എന്നാൽ നീ വേഗം വാ, നമുക്ക് മാഷോട് പറയാം. അല്ലട്ട് സൽമാനെ, നീ അവിടെ ഒന്ന് നിൽക്ക്. എന്താടാ? നമുക്ക് ആ നായി തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കാം. ചിലപ്പോൾ അത് വെറുതെ അങ്ങോട്ട് ഓടിപ്പോയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചിങ്ങി വരും, എന്നിട്ട് ഗേറ്റ് വഴി പുറത്തങ്ങ് പോകുമായിരിക്കും. അത് നീ പറഞ്ഞത് നല്ലൊരു കാര്യമാ. അല്ലാതെ മാഷി വിളിച്ചു വന്നിട്ട് ആ നായിയെ കണ്ടിട്ടില്ലെങ്കിൽ മാഷി പറയും നമ്മൾ പണിയെടുക്കാൻ മടിച്ചപ്പോൾ പറഞ്ഞ കഥയാണെന്ന്. അതുകൊണ്ട് കുറച്ച് സമയം കൂടി നമുക്ക് ഇവിടെ നിൽക്കാം. അല്ലടേ ക്രൂ, നിന്റെ ഏന്റിയെ കണ്ടില്ലല്ലോ. ഏന്റി തെറിച്ച് മേലോട്ട് പോകുന്നത് കണ്ടില്ലേ? അങ്ങനെ എവിടെയെങ്കിലും തെറിച്ച് താഴോട്ട് വീണിട്ടുണ്ടാകും. അതെന്നാ സൗണ്ട്? എടാ, ആ നായി കുട്ടികളെയൊക്കെ ഇടങ്ങാറാക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. ആടാ, കുട്ടികളൊക്കെ അതാ പരക്കെ ഓടുന്നേ. എന്നാടാ ചപ്പുകളൊക്കെ ഇങ്ങനെ കൊഴിയുന്നത്? അതൊരു വലിയ പക്ഷി വന്നതാണ്. പക്ഷിയാ? ആടാ, അതാ നോക്ക്. എനിക്ക് തോന്നുന്നത് അതൊരു വലിയ വവ്വാലാണെന്നാ. എന്താടാ? ഇവിടെ സൽമാനെ, അത് വവ്വാലല്ല. പിന്നെന്തെന്നാ? നീ മര്യാദയ്ക്ക് നോക്ക്, അതെന്റെ ഏന്റിയാ. എന്റെ കുഞ്ഞാമിത്തയാ, ഞാൻ വിചാരിച്ച വല്ല വവ്വാലും തൂങ്ങിക്കിടക്കുകയാണെന്ന്. അപ്പോൾ കുഞ്ഞാമിത്ത അവിടെയാണോ തെറിച്ച് വീണത്? ആടാ, ആ ബോൾ കൊണ്ട് തെറിച്ച് പോയിട്ട് ഇപ്പോൾ അവിടെയാ പോയി വീണത്. അപ്പോൾ എങ്ങനെയാടാ നിന്റെ കുഞ്ഞാമിത്താൻ ഇപ്പോൾ രക്ഷപ്പെടുത്തുക? എടാ ഇക്രു, നോക്കിയേ, ആ നായി കുട്ടികളെ ആക്രമിക്കാൻ ഓടുന്നു. എടാ, ആ നായി ഇങ്ങോട്ടേക്കാണ് ഓടുന്നത്. ഓടിക്കോ. എന്താ സർ, എന്താ അവിടെ ഒരു ബഹളം? അറിയില്ല, അത് തന്നെയാ ഞാനും നോക്കുന്നത്. കുട്ടികളൊക്കെ പരക്കെ ഓടുകയാണ്. അയ്യോ സർ, അത് നോക്ക്, കുട്ടികളുടെ പിറകെ നായ ഓടുന്നുണ്ട്. നായയോ? എന്താ 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 അവിടെ ഒരു ബഹളം? സർ, കുട്ടികളുടെ പിറകെ നായ ഓടുന്നുണ്ട്. എന്ത്? കുട്ടികളുടെ പിറകെ നായ ഓടുന്നുണ്ടെന്നോ? എന്നിട്ടാണോ നിങ്ങൾ ഇവിടെ വായു പൊളിച്ച് നിൽക്കുന്നത്? സർ നിൽക്കുന്നുണ്ടല്ലോ വായു പൊളിച്ചിട്ട്. ഇവിടുന്ന് കിന്നാരം പറയാണ്ട് പോയി കുട്ടികളെ രക്ഷിക്കേ. അയ്യോ, ആ നായ കുട്ടികളെ കടിച്ചിട്ടുണ്ടാകുമോ? ആ സെക്യൂരിറ്റി എവിടെയാ പോയത്? സെക്യൂരിറ്റി, സെക്യൂരിറ്റി. ആഹാ, എന്റെ പയംപൊരി, നിനക്കിതെന്തൊരു ടേസ്റ്റാ.
എനിക്കുണ്ടൊരു ഭാര്യ ഒരു മധുരമുള്ള ഒരു സാധനവും എനിക്ക് തരില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്റെ പയമ്പൊരിക്കുട്ട? എനിക്കില്ലേ ഷുഗറാ ഷുഗർ. മധുരമുള്ള സാധനമൊന്നും എനിക്ക് തിന്നാൻ പറ്റില്ലെന്നാ പറയുന്നത്. അതുകൊണ്ടില്ലേ ഞാനിപ്പോൾ ആരും കാണാതെയാ നിന്നെ ഇപ്പോൾ പോയിട്ട് വാങ്ങിയത്. ഇവിടെയുള്ള മാഷന്മാരൊന്നും കണ്ടാൽ എന്നെ ഈ മധുരമുള്ള സാധനം കഴിക്കാൻ വിടില്ല. എന്തായാലും കുറെ കാലത്തിന് ശേഷം ഞാനൊരു പഴംപൊരി തിന്ന്, അത് മതി. ഇനി ഒന്നും കൂടെ ബാക്കിയുണ്ട്. ഇത് ഇപ്പോൾ തിന്നണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാം. വേഗം ചെല്ലട്ടെ, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൾ എന്നെ ഗേറ്റിന്റെ അടുത്ത് കണ്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാക്കും. ഞാനൊരു സെക്യൂരിറ്റി അല്ലേ, സെക്യൂരിറ്റി. ഫുൾ ടൈം ആ ഗേറ്റിന്റെ അടുത്ത് തന്നെ നിൽക്കണം. നിന്നെ ഞാൻ പിന്നെ കഴിച്ചോളാം, കേട്ടോടാ എന്റെ പഴംപൊരിക്കുട്ടാ. ഇതിനെ ഇപ്പോൾ എവിടെ ഒന്ന് ഒളിപ്പിച്ചു വെക്കാ? അതെന്നാ ഒരു ബഹളം കേൾക്കുന്നത്? അയ്യോ, ഈ സ്കൂളിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണോ? വല്ല പ്രശ്നവും നടന്നാൽ എന്റെ കാര്യം പോക്ക. വേഗം ചെന്ന് എന്താണെന്ന് നോക്കാം. ഈ പഴംപൊരിയും കൊണ്ട് പോകുന്നത് അത്ര നല്ലതല്ല, ആ പ്രിൻസിപ്പൾ കണ്ടാൽ പ്രശ്നമാകും. ഇതിവിടെ ഒളിപ്പിച്ചു വെക്കാം. എന്റെ പഴംപൊരിക്കുട്ടാ, നീ ഇവിടെ നിൽക്ക്, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഈ പിള്ളേരല്ല ഇത് എവിടത്തേക്ക് ഓടുന്നത്? ഇപ്പോൾ കുട്ടികളെ കളിക്കാൻ വിട്ടതായിരിക്കും. അല്ല, ഇനി ഇവിടുന്ന് കളിച്ചിട്ട് എന്റെ പഴംപൊരിയും എടുത്തിട്ട് അവർ പോകുമോ? അയ്യോ, അങ്ങനെയായിട്ട് സംഭവിച്ചാൽ എന്റെ പഴംപൊരിക്കുട്ടൻ, എന്റെ പഴംപൊരിക്കുട്ടാ, നിന്നെ ഞാൻ ആർക്കും അങ്ങനെ വിട്ടുകൊടുക്കില്ലടാ, വിട്ടുകൊടുക്കില്ല. അതെവിടുന്ന ഒരു നായയുടെ സൗണ്ട്? അത് ഗേറ്റിന്റെ പുറത്ത് നിന്ന് കരയുന്നതായിരിക്കും. അയ്യോ, അതാറ്റം ഇങ്ങ് ഗേറ്റും കടന്ന് സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം പോക്ക. എന്നെ ആ പ്രിൻസിപ്പൾ അടിച്ച് ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും. വേഗം ഈ പഴംപൊരിയും തിന്നിട്ട് ആ ഗേറ്റിന്റെ അടുത്തേക്ക് പോകാം. നിന്നെ ഞാൻ ഇപ്പോൾ തിന്നും, കേട്ടോടാ എന്റെ പഴംപൊരിക്കുട്ടാ. നായി! അയ്യോ, എന്റെ പിറകിൽ നിന്നാണോ ഇത് ബൗബോ ബൗബോ എന്ന് പറഞ്ഞത്? എടാ നായിക്കുട്ടാ, നിനക്ക് സുഖം തന്നെയല്ലടാ നായിക്കുട്ടാ? ഇതിന്റെ ഓടിപ്പോൾ എന്ത് പറഞ്ഞിട്ടാ ഞാനൊന്ന് രക്ഷപ്പെടാ? അയ്യോ, ഇതിപ്പോൾ എന്നെ കടിക്കുമെന്നാ തോന്നുന്നത്. ഇനിയൊന്നും നോക്കണ്ട, രണ്ടും കൽപ്പിച്ചിട്ട് ഓടാം, അതാ നല്ലത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. അയ്യോ, ഇങ്ങോട്ടല്ല ഓടേണ്ടത്, അങ്ങോട്ടല്ലേ? അയ്യോ, അതിന്റെ പിറകിൽ തന്നെ ഓടുന്നുണ്ട്, രക്ഷിക്കണേ. അയ്യോ, പോന്നായി പോ. കേടാ നായി, നീ എന്റെ ഓട്ട മത്സരം നടത്തുകയാണോ? അയ്യോ, രക്ഷിക്കണേ, ഓടിക്കോ. തളർന്നു പോയി. അയ്യോ, ആ നായി എവിടെ പോയി? അതിന്റെ പിറകെ ഇല്ലാലോ. രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നത്. അത് ഓടി ഓടി വേറെ വഴിക്ക് എത്തിയിട്ടുണ്ടാകും. സമാധാനമായി. അയ്യോ, സമാധാനമായിക്കില്ല, പിന്നെയും ഇത് വന്നാ. ഒരാവശ്യത്തിന് നോക്കിയാൽ ഒരു കല്ല് പോലും കാണില്ലല്ലോ. ഒരു കല്ല് കിട്ടിയിരുന്നെങ്കിൽ ഇതിനെ എറിയാമായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എന്റെ കയ്യിൽ പഴംപൊരി ഉണ്ടല്ലോ, ഇതിനെ കൊണ്ട് ആ നായെ എറിഞ്ഞാലോ? തൽക്കാലം ഇതിനെ കൊണ്ടെറിയാം. ഇപ്പോൾ ഒന്നും നോക്കണ്ട, എനിക്ക് എന്റെ ജീവനാ വലുത്. എന്റെ പഴംപൊരിക്കുട്ടാ, നിന്നെ എനിക്ക് ഇപ്പോൾ തിന്നാൻ ഭാഗ്യമില്ല. നിന്നെ ഞാൻ പിന്നെ വാങ്ങി കഴിച്ചോളാം. അതിന്റെ തലക്കെട്ട് തന്നെ അറിയണം. അപ്പോൾ ആ നായി പേടിച്ച് വിറച്ച് ഓടിപ്പോകും. അയ്യോ, ഈ നായ്ക്ക് വട്ടായി എന്നാ തോന്നുന്നത്. ഇതെന്ത് കളിയാ നായി കളിക്കുന്നത്? എന്റെ പഴംപൊരി മുഴുവനും തിന്നാൻ ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്ന. ഇതെന്ത് ഡാൻസാ? അപ്പോൾ ഈ പഴംപൊരിക്ക് വേണ്ടിയിട്ടായിരുന്നോ ഈ നായി ഇത്രയും സമയം എന്റെ പിന്നാലെ ഓടിയത്? എന്നെ പോലെ തന്നെ ഈ നായ്ക്കും പഴംപൊരി ഇഷ്ടമായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ നായ്ക്ക് മുഴുവട്ട് തന്നെയാ. ഇനിയും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപകട. വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടാം. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, കുട്ടികൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടാകുമോ? സർ വിഷമിക്കാതെ, ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. ആ നായയെയും കുട്ടികളെയും തോമസിനെയും ഒന്നും കാണുന്നില്ലല്ലോ. അവരൊക്കെ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? അവർ ഇപ്പോൾ വരും, സർ വിഷമിക്കാതെ. സർ, ഈ തോമസ് അല്ലേ അത് ഓടി വരുന്നത്? സർ, എന്താ പറ്റി? എന്താ തോമസ്, പറയൂ. സർ, അത് ആ നായെ എത്ര ശ്രമിച്ചിട്ടും പിടിക്കാൻ പറ്റുന്നില്ല. അത് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഓടുകയാണ് ചെയ്തത്. അയ്യോ, ഇനിയിപ്പോൾ എന്താണ് ചെയ്യാ?
വാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി ശ്രമിച്ചു നോക്കാം. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. ഞാനും വരാനോ? ആ സാറും വാ, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് അതിനെ പിടിക്കുവാൻ പറ്റുന്നില്ല. അത് വേണ്ട, ഞാനില്ല, താൻ തന്നെ പോയിട്ട് പിടിച്ചോ. ഈ എന്താ സാർ അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ സ്കൂളിലത്തെ കുട്ടികളല്ലേ അത്? ആരെന്ത് പറഞ്ഞിട്ടെന്താ, എനിക്ക് പേടിയാ. സാർ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? അതൊന്നുമില്ല. എന്നാ വാ, നമുക്ക് അതിനെ പോയി പിടിക്കാം. എന്താ നിങ്ങൾ കുറെ സമയമായല്ലോ ഓരോന്ന് ചർച്ച ചെയ്യുന്നത്? ഓ കുമാരൻ സാറോ? സാർ ഇതാ കുമാരൻ സാർ വന്നിക്ക്. എന്നാൽ കുമാരൻ സാറേയും കൂട്ടി പോട്. എവിടെയാ പോണ്ടത്? ഞാനും കൂടെ വരാം. എന്നാൽ ആ പേരും പറഞ്ഞിട്ട് ഇവിടെ നിന്നും പുറത്തു പോകാം. കുട്ടികളെ പാട്ട് പഠിപ്പിച്ച് മടുത്ത് എനിക്ക് കുറച്ച് പുറത്തൊക്കെ പോയിട്ട് വരാം. വരൂ തോമസ്, നമുക്ക് പോകാം. എന്നാൽ വേഗം വാ. അല്ല, എവിടത്തേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഗ്രൗണ്ടിലേക്ക് തന്നെ, വേഗം വാ. ഗ്രൗണ്ടിലേക്കാ? ആ ഗ്രൗണ്ടിലേക്ക് തന്നെ, അവിടെയല്ലേ ഉള്ളത്. എന്ത് നായി തന്നെ? എന്ത് നായി തന്നെ? കുമാരൻ സാർ ആ നായിയെ പിടിക്കുവാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് പോകുവാനാണ് നിങ്ങളോട് പറഞ്ഞത്. എന്ത് നായിയാ? ഏത് നായി? അപ്പോൾ താൻ ഇതൊന്നും പറഞ്ഞില്ലേ? സ്കൂളിൽ ഒരു നായി കയറിയിട്ടുണ്ട്. ഈ നായിയാ? അതെപ്പോ കയറിയേ? എപ്പ കയറി, എങ്ങനെയാ കയറി, എങ്ങനെയൊന്നും ഞങ്ങൾക്കറിയില്ല. താൻ പോയിട്ട് അതിനൊന്ന് പിടിക്കാൻ സഹായിക്കേ. എന്താ? ഞാനില്ല. അതെന്താ? അതെനിക്ക് ഇപ്പോഴാ ഓർമ്മയായത്. ഞാൻ കുട്ടികളെ പാട്ട് പഠിപ്പിച്ചിട്ടില്ല. അതിന് പാട്ടൊന്നും ഇപ്പോൾ പഠിപ്പിക്കണ്ട. താൻ പോയിട്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കേ. ആ പാട്ട് പാടി കൊടുത്തിട്ട് വരാം. എടോ പാട്ട് പാടാനല്ല പറഞ്ഞത്. ഞാൻ വേഗം പാട്ട് പാടിയിട്ട് വരുന്നു. എടാ കുമാര, എന്താ താൻ ഇതെവിടത്തേക്കാണ് പോകുന്നത്? അത് പിന്നെ പാട്ട് പാടാന്. എടോ ഞാൻ ഈ സ്കൂളിലത്തെ പ്രിൻസിപ്പളാണ്. ഞാൻ പറയുന്നത് പോലെ താൻ കേട്ടാ മതി. എന്താ സർ, താൻ ഇപ്പോൾ തോമസിന്റെ കൂടെ പോയിട്ട് ആ നായിയെ പുറത്താക്കാൻ സഹായിക്കേ. എന്നാ പിന്നെ സാർക്ക് പോയിട്ട് സഹായിച്ചോറോ? ഞാൻ സഹായിക്കാനാ? ആ സാർക്ക് പേടിയില്ല, അതുപോലെ തന്നെ എനിക്കും പേടിയാ. എനിക്ക് പേടിയൊന്നുമില്ല. തന്നോട് ആരാ പറഞ്ഞ എനിക്ക് പേടിയാണെന്ന്? ആ എന്നാ പേടിയില്ലെങ്കിൽ സാറ് തന്നെ പോയിട്ട് പിടിച്ചോ. എനിക്ക് പറ്റില്ല. എടോ തന്നെ ഞാൻ സ്കൂളിൽ നിന്നും പുറത്താക്കും. മര്യാദയ്ക്ക് ആ നായിയെ സ്കൂളിൽ നിന്നും പുറത്താക്ക്, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ നിന്നും പുറത്താക്കും. സാർ എന്നെ പുറത്താക്കരുത് സാർ, പുറത്താക്കരുത്, എന്നെ പുറത്താക്കരുത്. എടാ താനെന്ന് എഴുന്നേൽക്ക്. എന്നെ പുറത്താക്കില്ലെന്ന് പറ സാർ, എന്നാൽ ഞാൻ എഴുന്നേൽക്കാം. ഞാൻ തന്നെ പുറത്താക്കില്ല, താനെന്ന് എഴുന്നേൽക്ക്. ഞാൻ എഴുന്നേറ്റു. ഇനി ഞാൻ പോയിട്ട് കുട്ടികളെ പാട്ട് പഠിപ്പിച്ചിട്ട് വരാം കേട്ടോ. അല്ല അപ്പോൾ നായിയോ? ആ നായിക്ക് ഞാൻ പിന്നെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കാം. എടാ കുമാര, താൻ രക്ഷപ്പെട്ടുല്ലേ. ഇതിന് ഞാൻ തനിക്കൊരു പണി തരുന്നുണ്ട്. ഓ എങ്ങനെയൊക്കെയോ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാ. അല്ലെങ്കിൽ ആ നായി എന്നെ കൊണ്ട് പിടിപ്പിച്ചേനെ. എന്തായാലും ഈ നായി ഇവിടെ നിന്ന് പോയാൽ ആ പ്രിൻസിപ്പൾ എനിക്കിട്ട് എന്തെങ്കിലും ഒരു പണി തരാണ്ടിരിക്കില്ല. അതിനു മുന്നേ ആ പ്രിൻസിപ്പളിനെ മയക്കി സോപ്പിട്ട് എടുക്കണം. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് പോകാം. എടാ തോമസ്, ഞാനൊരു സത്യം പറയാം. എന്താ സർ? എനിക്ക് ഈ നായ്ക്കളെ വല്ലാതെ പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നായിന്റെ പരിസരത്തേക്കേ വരാത്തത്. അതെനിക്ക് മനസ്സിലായിന് സർ. താൻ പോയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. ആ നായി ചിലപ്പോൾ കുട്ടികളെ ആക്രമിച്ചേക്കും. സുധാ, എന്താ സർ? ഇപ്പോൾ ഇന്റർവെല്ലിന്റെ സമയമാകും. അങ്ങനെ ഇന്റർവെല്ലിന്റെ സമയമായാൽ കുട്ടികളെല്ലാം പുറത്തിറങ്ങും. അത് അപകടമല്ലേ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നീ പോയിട്ട് പറയണം ഇന്റർവെല്ലിന്റെ ബെല്ല് ഇപ്പോൾ അടിക്കരുതെന്ന്. ആ നായി സ്കൂളിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ ഒറ്റ ക്ലാസ്സിലത്തെ കുട്ടികളും പുറത്തിറങ്ങണ്ട. എന്നാൽ ഞാനത് പോയിട്ട് പറയാം. അയ്യോ മാഷേ. താനോ? മാഷേ, സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു നായ് വന്നിട്ടുണ്ട്. അത് എങ്ങനെയാ വന്നതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞു തരാമടാ. അയ്യോ, തോമസ് സാർ ആയിരുന്നോ? നിങ്ങളോടാണോ ഞാൻ ഇത്ര സമയം സംസാരിച്ചത്? തോമസ് സാർ, ഇവിടെ ഒരു നായ് വന്നിട്ടുണ്ട്. അതെങ്ങനെയാ വന്നതെന്ന് അറിയില്ല. അത് ഞാൻ പറഞ്ഞു തരാം. പ്രിൻസിപ്പൽ സാറോ? ഞാൻ വിചാരിച്ച തോമസ് സാർ ആണെന്ന്. ഇടക്കിടക്കിടക്കിടക്ക് എന്നോട് ആളെ മാറിപ്പോന്ന്. അതെന്താ സാർ? പിന്നെയും തോമസ് സാറാ? ഇതെന്നാ ഇടക്കിടക്കിടക്കിടക്ക് എനിക്ക് സംഭവിക്കുന്നേ? അല്ല തോമസ് സാറേ, ഇങ്ങക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാ? അയ്യോ എന്റെ തലക്കെന്തോ പറ്റിയിരിക്കുന്ന തോന്നുന്നത്. അല്ല സുധ ടീച്ചറാ? നിങ്ങളോടായിരുന്നോ ഞാൻ ഇത്രയും സമയം സംസാരിച്ചത്? നാരായണേട്ടാ. എന്താ സുധ ടീച്ചറെ? നിങ്ങൾ ഇത്രയും സമയം എവിടെയായിരുന്നു? അതോ, ഇവിടെയൊന്നും ആരുമില്ലല്ലോ. ആരുമില്ല. എന്നാൽ ആരോട് പറയണ്ട സുധ ടീച്ചറെ, ഞാനൊരു കാര്യം പറയാം. ഞാനില്ലേ 2 പഴംപൊരി വാങ്ങിയിരുന്നു. എന്നിട്ട് അതില്ലേ ആരും കാണാതെ തിന്നുവാൻ വേണ്ടി ഈ സ്കൂളിന്റെ പിറകിലേക്ക് പോയതാ ഞാൻ. സുധ ടീച്ചറില്ല, ഈ കാര്യം ആരോട് പറയണ്ട കേട്ടോ.
പ്രത്യേകിച്ച് ആ കഷണ്ടി തലയും പ്രിൻസിപ്പളിനോട്. നീ എന്നെ കഷണ്ടി തലയെന്ന് വിളിച്ചോ? ഓ അയ്യോ, തലയിൽ തേങ്ങ വീണോ? ആടാ തേങ്ങ, വലിയ കൊട്ട തേങ്ങ. ഈ പ്രിൻസിപ്പളാ? അല്ല, ക്രിസ്മസ് പൂപ്പൻ. തനിക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. താൻ കാരണം ഇപ്പോൾ എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയാമോ? അത് പിന്നെ സർ, ഒന്നും പറയണ്ട. താൻ പോയിട്ട് ആ നായി എങ്ങനെയെങ്കിലും സ്കൂളിൽ നിന്ന് പുറത്താക്ക്. എന്തൊക്കെയെന്ന് പോയി പുറത്താക്കുവാൻ.